ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ഞണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. ഞണ്ട് കിട്ടിയപ്പോൾ എന്തായാലും തോന്നി ഇന്നൊരു വീഡിയോ എടുക്കാന്ന്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്നുമല്ല, നമുക്ക് കാര്യമായിട്ടൊന്നും ഒരു മെച്ചവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു മടി. അപ്പോൾ ഇതാ കുറേ വേറെ വേറെ പല കാര്യങ്ങളുമായിട്ട് കുറേ ദിവസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യണേ. അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 കിലോ ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടാണ്. ഇപ്പൊ ഞണ്ടൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി നല്ല കട്ട് ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു പല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. ഒരാൾക്ക് ഒരു ഞണ്ട് എന്നൊരു തോതിൽ ഞണ്ട് എടുക്കുമ്പോൾ ഒരു ഞണ്ട് മൊത്തത്തിൽ കഴിക്കാൻ അങ്ങനെ പറ്റണ ഒരു തോതിലാണ് നമ്മളിത് വൃത്തിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് വേണ്ടുന്ന അതാ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും, പച്ചമുളക് ഒക്കെ കൂടെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. ഉള്ളി വെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി നൈസാക്കിയിട്ടല്ല അരിയുന്നത്. ഉള്ളി വലിയ ഉള്ളി ആയാലും അതുപോലെ തന്നെ ചെറിയ കൊച്ചുള്ളി ആയാലും നമ്മൾ കുറച്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ ഇതിൽ ഗരം മസാല ചേർക്കും, പക്ഷെ ഞാനിതിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം മൂപ്പായതിന് ശേഷം നമ്മൾ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ. ഇപ്പൊ ഞണ്ട് ഇതവിടെ ആ ഒരു വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം അങ്ങനെ വരും. അപ്പൊ ആ വെള്ളം ഒഴിവാക്കേണ്ടതില്ല. ആ വെള്ളം കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഇത് നന്നായിട്ട് വേവിക്കാൻ. ഇതിൽ ഒരുപാട് വെള്ളം വേറെ ഒഴിക്കേണ്ടതില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു കുറച്ച് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഞണ്ടിന്റെ അവസ്ഥ കിടക്കുന്നത്. കണ്ടില്ല, ഒരു വലിയ 2 കാലും പിന്നെ കുഞ്ഞു കുഞ്ഞു കാലുകളും ഒക്കെ ആയിട്ട് അതിന്റെ ഫസ്റ്റ് അറ്റത്തുള്ള ഒരു പല്ല് മാത്രം കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിന്റെ ആ ഒരു വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി അങ്ങനെ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ചെറുതാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഞണ്ടും ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതാ നമ്മളിതാ ഇതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. കുറച്ച് തിളച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പൊ അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പൊ കറിവേപ്പില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൂടി ഇട്ടിട്ട് നല്ലോണം അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചാൽ ആ കറിവേപ്പിലൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ഈ ഒരു ഞണ്ടിൻ്റെയും കറിവേപ്പിലൻ്റെയും ഒക്കെ ഒരു മസാലൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക പാകമായിട്ടുണ്ടെന്ന്. അപ്പൊ ഇതാ നമ്മുടെ ഞണ്ട് കറി ഇവിടെ നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും ആൾക്കാർ. പിന്നെ ഞണ്ട് ചുടാറുണ്ട് ചിലര്, ഞണ്ട് പുഴുങ്ങി തിന്നും ചിലര്. അപ്പൊ നമുക്ക് ഇവിടെ ഇഷ്ടം നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഉപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് ആണ് ഇവിടെ ഇഷ്ടം. അപ്പൊ അതാ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി വരും. അപ്പൊ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം. അല്ലാതെ വെറുതെ ഇലയിലൊക്കെ ഇട്ടിട്ട് ഇത് പൊട്ടിച്ചൊക്കെ തിന്ന് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞണ്ട് എപ്പോഴും കിട്ടൂലല്ലോ, ഞണ്ട് കിട്ടുമ്പോഴല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടി പറ്റുള്ളൂ. അപ്പൊ ഏതായാലും നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ വേവുണ്ട് കേട്ടോ. അപ്പൊ അത് വെന്ത് വരണം. അത് വെന്ത് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ ചെറിയ വയറുവേദനയൊക്കെ ചിലർക്ക് വരും. അപ്പൊ ഇതാ നമ്മുടെ ഞണ്ടൊക്കെ നല്ലോണം വറ്റി അതിലുള്ള വെള്ളമൊക്കെ വറ്റി കുറുകി ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് കുട്ടികളെ. ഇനി ഇത് വേണമെങ്കിൽ ചോറിനോ അല്ലെങ്കിൽ വേറെ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെറുതെയും കഴിക്കാം കേട്ടോ. അപ്പൊ ഞണ്ടാണെന്ന് കരുതിയിട്ട് ആരും കഴിക്കാതെയും വെക്കാതെയും ഒന്നും നിൽക്കണ്ട, ഇതുപോലെ വെച്ച് നോക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പേ ഒക്കെ ഞണ്ട് റോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. ബായ്.